പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ആത്മാവ്. യേശുവിൻ്റെ ആത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തരത്തിലുള്ള വചന സംബന്ധമായ മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൻ ഉള്ളവനല്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിച്ചുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ തുടർന്ന് ധ്യാനിക്കുമ്പോൾ പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. കണ്ടോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിക്കുന്നു. ഇന്ന് നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിലുള്ള ആൾക്കാരുടെ പ്രവചനത്തിൻ്റെ കാര്യമല്ല ഇത്. ഇന്ന് നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിലുള്ള അനേകം വ്യക്തികൾ പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനമൊന്നും പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ തോന്നുന്നത് പ്രവചനമായിട്ട് പറയുന്ന വ്യക്തികളുണ്ട്. നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ സഹനത്തെക്കുറിച്ചൊക്കെയുള്ള പ്രവചിച്ചേക്കുന്ന വ്യക്തികളെന്ന് പറയുക യെശയ്യാ പ്രവാചകനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവിടുന്ന് ക്രിസ്തുവിനേൽക്കേണ്ടി വരുന്ന പീഡകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കണ്ടവർ അമ്പരന്നുപോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അത്രയ്ക്കും വിരൂപനായി മാറിയിരിക്കുന്നു, അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല എന്നൊക്കെ പറഞ്ഞ് യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ ഈ സംഭവങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിച്ചേക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 750 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ജനിച്ച് ഈ വളർന്ന യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 53-ാം സങ്കീർത്തനമല്ല, യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായത്തിനകത്ത് വളരെ മേഖലകളെക്കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും. 53-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെടുന്ന മേഖലകളെക്കുറിച്ച് അവിടെ പ്രവചിച്ചിട്ടുണ്ട്. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അതിഥനായി അവിടുന്ന് വിധിക്കപ്പെട്ടു എന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവയെല്ലാം ശരീരത്തിൽ ഏറ്റെടുത്തു എന്നും എല്ലാം എഴുതി വച്ചിട്ടുണ്ട്. 7-ാമത്തെ തിരുവചനത്തിലാണ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രവചനമാണ്, പ്രവചിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ അവരിലൂടെ ഈ പ്രവചനം നടത്തിയത് എന്ന് പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ യേശു ക്രിസ്തുവിന് ഉണ്ടാകാൻ പോകുന്ന ആ പീഡകളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ പ്രവചിച്ചിരിക്കുന്നു എന്ന് പത്രോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. ആ പത്രോസ്ലീഹ പല മേഖലകളിലും ഈ സംഭവം, ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്ന് വാസമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പീഡനമുണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹയും പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിക്കെഴുതിയ ലേഖനത്തിൻ്റെ 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തേത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും പീഡിപ്പിക്കപ്പെടുമെന്നുള്ള പൗലോസിലൂടെയുള്ള ആ പ്രവചനം എത്രയോ വളരെ സത്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഇന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവമാണ്, വലിയൊരു സത്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച കർത്താവിൻ്റെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നും അതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകളുണ്ടാകും.
അങ്ങനെ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് മുൻകൂട്ടി നമ്മോട് പറയുകയാണ്. ഇന്ന് ഈ നൂറ്റാണ്ടിലുള്ള മക്കൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ 2000 വർഷം പഴക്കമുണ്ട്. അവിടെ പത്രോസ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് പത്രോസിലൂടെയും ഈ പ്രവചനം നടത്തിയത്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല സംഭവങ്ങളും, സകല അനിഷ്ട സംഭവങ്ങളും, സാമൂഹ്യപരമായും കുടുംബപരമായും സമുദായപരമായിട്ടും മതത്തിലും എല്ലാം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഹീനപ്രവൃത്തികളും തകർച്ചകളും പീഡനങ്ങളും അസ്വസ്ഥതകളും എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലരും അവർക്ക് ദർശനം കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ പുസ്തകമൊക്കെ ഇറക്കുന്നുണ്ട്. അത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് പുസ്തകം ഇറക്കുന്നത്. ഇത് വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൽ, ഈ പ്രപഞ്ചത്തിൻ്റെയും പിതാവായ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിലൂടെ തിരുസഭയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന വെളിപാടാണ് വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തര മഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. പത്രോസ് 1 അധ്യായത്തിൻ്റെ 11 തിരുവചനം. ആയതിനാൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ തന്നെയാണ് കൂദാശകളിലൂടെ നാം ഓരോരുത്തരും സ്വന്തമാക്കിയത്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ആ പ്രവചനത്തിൻ്റെ ആത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവചിച്ചിട്ടുണ്ട് വിശുദ്ധരിലൂടെ. കർത്താവായ ഈശോയെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിൽ നിറഞ്ഞ അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.